ശബരിമല സ്വർണ്ണക്കള്ള കേസ് വിപുലമായി കൊണ്ടിരിക്കുകയാണ്. ഇ ഡിയുടെ അന്വേഷണം തുടങ്ങി. ഇന്നലെ ഒരേ സമയം 100ഓളം ഉദ്യോഗസ്ഥർ പലയിടങ്ങളിൽ റെയ്ഡ് നടത്തി. കുറേയധികം രേഖകൾ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെ രേഖ കിട്ടി, അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും രേഖകളൊക്കെ പിടിച്ചെടുത്തു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഇ ഡിയുടെ അന്വേഷണം അങ്ങനെ തകൃതിയായി നടക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. സംസ്ഥാന ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏകദേശം പൂർത്തിയാകുന്ന മട്ടായി കഴിഞ്ഞു. ഇ ഡി 35ഓളം ആളുകളുടെ പേരും അതുപോലെ വിവരങ്ങളും ഒക്കെയാണ് ശേഖരിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം 10, ഇനി ഒരു 5 പേര് കൂടി ഒരു പക്ഷേങ്കിൽ അറസ്റ്റ് 15 പേരിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ 35 പേരുടെ പ്രതികൾ 35 പേരോളം ഉണ്ടാകാമെന്നാണ് ഇ ഡിയുടെ കണക്കുകൂട്ടൽ. മറ്റവർ 15 പേരിൽ നിൽക്കുന്നു. ഒരു അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തെ ഹൈക്കോടതി അഭിനന്ദിച്ചു. ചില സമയങ്ങളിൽ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്യും. അത് അവർക്ക് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഇപ്പോൾ കെ പി ശങ്കരദാസിനെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അതൊക്കെ ചോദിക്കാനുള്ള ഉത്തരവാദിത്വം കോടതിക്കുണ്ട്. കോടതി അത് കൃത്യമായി ചോദിക്കുകയും ചെയ്യും. ഇവര് കൃത്യമായി അതിന്റെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അതിന്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുകയും പ്രധാന ദൈവതുല്യനായ തന്ത്രി വീണ്ടും വീണ്ടും കുരുക്കുകളിൽ അകപ്പെട്ട ജയിലിനകത്ത് തന്നെ തുടരേണ്ടി വരികയും ചെയ്യും എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് ഇ ഡി കയറ് പൊട്ടിച്ച് ഇറങ്ങുന്നത് റെയ്ഡ്. ഈ തന്ത്രി എല്ലാ കേസിലും, അതായത് സ്വർണ്ണക്കൊള്ളയുടെ എല്ലാ ഘട്ടങ്ങളിലും തന്ത്രി ഇടപെട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് കൊണ്ടുവരുന്നതും പ്രമുഖർക്ക് പരിചയപ്പെടുത്തിയതും ഒക്കെ തന്ത്രിയാണ്. കൊടിമരത്തിന്റെ വാജിവാഹനം കൊണ്ടുപോയി വെച്ചത് തന്ത്രിയുടെ വീട്ടിലാണ്. തന്ത്രി സ്വർണം പൂശിയപ്പോഴും തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ പാളികൾ അടിച്ചു മാറ്റി കൊണ്ടുപോയപ്പോഴും തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ തന്ത്രി സമ്മതിക്കുകയും ചെയ്തു. തന്ത്രിക്ക് കേസിൽ നല്ല പങ്കുണ്ട്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇയാൾക്ക് സാമ്പത്തിക ഇടപാടുണ്ടെന്നു വരെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. എന്നിട്ട് ഇ ഡി എന്തുകൊണ്ട് തന്ത്രിയുടെ വീട്ടിൽ കയറിയില്ല എന്നൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യം തന്നെയാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉന്നയിക്കുന്നത്. ഇ ഡിയുടെ അന്വേഷണത്തിനകത്ത് എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ട്. ഇനിയിപ്പോ മന്ത്രിയായാലും തന്ത്രിയായാലും അന്വേഷണം പുരോഗമിക്കട്ടെ. അന്വേഷണം ആരെ വേണമെങ്കിലും, കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ശിക്ഷിക്കപ്പെടട്ടെ. അതിനകത്ത് സർക്കാർ അല്ല അന്വേഷിക്കുന്നത്, പ്രത്യേക അന്വേഷണ ഏജൻസിയാണെന്ന് മന്ത്രി തറപ്പിച്ച് പറയുന്നു, എല്ലാ ആളുകളും തറപ്പിച്ച് പറയുന്നു. പക്ഷെ ഇ ഡി എന്തുകൊണ്ട് തന്ത്രിയെ ഒഴിവാക്കി? അവിടെയാണ് അതിന്റെ പൊളിറ്റിക്കൽ മാനം, അവിടെയാണ് അതിന്റെ രാഷ്ട്രീയ മാനം വരുന്നത്. രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ തന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. കാരണം അവർക്ക് ഹിന്ദു വിശ്വാസമനുസരിച്ച് ഹിന്ദു വർഗീയത സംരക്ഷിക്കണമെങ്കിൽ തന്ത്രിയെ അവർ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. കാരണം ധാരാളം ആളുകൾ ദൈവ തുല്യനായി കാണുന്ന വ്യക്തിയാണ് ഈ കണ്ഠരര് രാജീവരർ എന്ന് പറയുന്ന തന്ത്രി. കണ്ഠരര് രാജീവരെ കുറിച്ച് ഉള്ള അനുഭവങ്ങൾ, അയാളുമായി സംസാരിച്ച ആളുകളുടെ അനുഭവങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇയാള് ഇത്ര ബോറനാണോ, ഇത്ര വഷളനാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പലരും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത്രമാത്രം മതവിദ്വേഷവും ജാതി വിദ്വേഷവും തലയ്ക്കകത്തും മനസ്സിനകത്തും കൊണ്ട് നടക്കുന്ന ഒരു 7ാം കൂലിയായിട്ടുള്ള ഒരാളാണോ ശബരിമലയിൽ അയ്യന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഇരിക്കുന്നത് എന്ന് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി ഇങ്ങനെ വിടുകയാണ്. അപ്പോഴും ഈ തന്ത്രിയെ സംരക്ഷിച്ചാൽ മാത്രമേ, കാരണം ഇങ്ങനെയുള്ള തലച്ചോറുള്ള ഒരുത്തനെ സംരക്ഷിച്ചാൽ മാത്രമേ വർഗീയത വളർത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇ ഡി മറ്റുള്ള ആളുകളെയൊക്കെ വളഞ്ഞിട്ട് പിടിക്കാൻ ശ്രമിക്കുകയും തന്ത്രിയുടെ വീട് പരിശോധിക്കാതെ വിട്ടതുമെന്നാണ് ഇടത് സഹയാത്രികരുടെയും അതുപോലെ തന്നെ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെയും ചിന്ത. ഇതിനൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി ആളുകൾ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി ഈ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നതാണ് ആ കുത്തിപ്പൊക്കൽ വിശേഷം. അപ്പോൾ കടകംപള്ളിയോട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ പോയിരുന്നു? പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചു, നിങ്ങൾക്ക് ഈ പോറ്റിയെ അറിയാം, പോറ്റിയെ കണ്ടിട്ടുണ്ട്, പോറ്റിയെ സംസാരിച്ചിട്ടുണ്ട്, പോറ്റിയുമായി ബന്ധമുണ്ട്, പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ ഇല്ലീഗലായിട്ട് യാതൊന്നുമില്ല. പോറ്റിയെ അവിടുത്തെ പോറ്റിയായിട്ട് അറിയാം, പിന്നെ അവിടുത്തെ സ്പോൺസറായിട്ട് അറിയാം, ഇയാൾ എന്റെ മണ്ഡലത്തിൽ യാതൊന്നും ചെയ്തിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തോട് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. പക്ഷേ ഒരു വിക്രമൻ നായരെ കെട്ടിയിറക്കിയിട്ടുണ്ട്. പോറ്റിയുടെ അയൽക്കാരനാണ് ഈ വിക്രമൻ നായർ, തിരുവനന്തപുരത്ത് പോറ്റിയുടെ വീടിനടുത്ത്. അപ്പൊ പോറ്റിയുടെ അയൽക്കാരനായ വിക്രമൻ നായർ പറയുന്നു, ഇവിടെ കടകംപള്ളി 2 തവണ വന്നിട്ടുണ്ട്. ഒരു തവണ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി, പിന്നെ ഒരു തവണ വന്നപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. ഇത് മാത്രമേ വാർത്ത വരുന്നുള്ളൂ. അപ്പോ
ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് അടുത്ത ബന്ധമെന്ന് വ്യാഖ്യാനിക്കാൻ എളുപ്പമായില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിയും കൂടി ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം എന്താണ് തിക്കായിട്ടുള്ള അഗാധമായിട്ടുള്ള ബന്ധമാണതെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാം. അതെന്തിനാണെന്ന് കടകംപള്ളിയോട് ചോദിച്ചത് ചില ആളുകൾ മാത്രം കടകംപള്ളിയോട് ചോദിച്ചു. സഖാബ് അവിടെ പോയിട്ടുണ്ടോ? മുൻ മന്ത്രി എന്ന നിലയിൽ പോയിട്ടു. അപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, മന്ത്രിസഭ അധികാരമേറ്റ്. ഞാൻ ആദ്യം കണ്ടത് ഈ തിരുവനന്തപുരത്തുള്ള ആളായതുകൊണ്ട് ഇയാളെയാണ് കണ്ടത്. പിന്നെ ഇയാളുടെ വീട്ടിലെ ഒരു കുഞ്ഞിന്റെ ചടങ്ങിന് എന്നെ വിളിച്ചു. ആ ചടങ്ങ് സ്വകാര്യ ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചു. അപ്പോൾ ശബരിമലയുമായി അടുത്ത് നിൽക്കുന്ന ഒരു പോറ്റി, പിന്നെ ഞാൻ ദേവസ്വം മന്ത്രി, ഒരു കുഞ്ഞിന്റെ ചടങ്ങിന് വേണ്ടി വിളിക്കുന്നു. പോയാലെന്ത് കുഴപ്പം? അപ്പൊ പോലീസ് അകമ്പടിയോടുകൂടി അവിടെ പോകുന്നു, അവിടെ കുറച്ചു നേരം ചെലവഴിക്കുന്നു, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, നേരെ തിരിച്ച് പോകുന്നു. നേരെ പോയിട്ട് ശബരിമലയിലേക്കാണെന്നും ഈ കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തും കടകംപള്ളി സുരേന്ദ്രനെ എങ്ങനെ കുരുക്കാം, കടകംപള്ളി സുരേന്ദ്രനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതൊക്കെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് അതിനകത്തൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അല്ലെ അതിന്റെ അപ്പുറത്തുള്ള സുരേന്ദ്രന്മാരെയും അവർ അറസ്റ്റ് ചെയ്തേനെ. അതിന് ഇടതുമുന്നണി സർക്കാർ ഒരിക്കലും തടയില്ല. അങ്ങനെ തടയണമായിരുന്നെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനു മുന്നേ സമ്മർദ്ദത്തിലാക്കാനുള്ള എത്രയെത്ര അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്യില്ല ഇടതുമുന്നണി സർക്കാർ. കടകംപള്ളി സുരേന്ദ്രന്റെ ബാങ്ക് അക്കൗണ്ടും മറ്റതൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പരിശോധിച്ച് കാണും പ്രത്യേക അന്വേഷണ സംഘം ഇതിനകം തന്നെ. ബാങ്ക് അക്കൗണ്ടും അദ്ദേഹത്തിന്റെ ഫോൺ ഡീറ്റെയിൽസും ഒക്കെ ഇതിനകം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാകും ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യലിൽ അതിനകത്ത് സംശയങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. ഇതൊന്നും അറിയാതെ ചുമ്മാ അങ്ങ് കാടിളക്കി വെടിവെക്കുകയാണ്. കാള പെറ്റു എന്ന് കേട്ടാൽ കയറെടുത്തങ്ങ് ഓടുകയാണ്. കടകംപള്ളി സുരേന്ദ്രനെ കൂടി കുരുക്കിയിടാൻ പറ്റുമോ എന്നറിയാൻ. ഇതൊരു നാണക്കേടാണ്. ഈ നാണക്കേടൊക്കെ മലയാളികൾ വച്ച് പുലർത്തരുത്. കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആ ED കാണിക്കുന്ന കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ED മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ EDയിൽ അന്വേഷിച്ചു. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ. ഇപ്പൊ അയാളുടെ അവസ്ഥ എന്തായി? അയാൾ കൈക്കൂലിക്കാരനാണെന്ന് തെളിഞ്ഞിട്ട് അയാളെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ സർക്കാർ പുറത്താക്കി. ഇതാണ് ED, ഒരു വിശ്വാസ്യതയില്ലാത്ത, ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത അന്വേഷണ ഏജൻസി. അവരുടെ താല്പര്യങ്ങൾ, ആരുടെ താല്പര്യങ്ങൾ, അത് കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാനിനി പറഞ്ഞ് പുലിവാൽ പിടിക്കുന്നില്ല. ആരുടെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി നടന്നേ മതിയാവുകയുള്ളൂ.